ഹായ്. അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് EC2 ഇൻസ്റ്റൻസിൻ്റെ സ്റ്റോറേജ് ഓപ്ഷൻസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ S3 എന്ന് പറയുന്നത് EC2 ഇൻസ്റ്റൻസിൻ്റെ ഒരു സ്റ്റോറേജ് ഓപ്ഷൻ ആണ് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പം ബൈ ഡിഫോൾട്ട് നമ്മളൊരു EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതേ അക്കൗണ്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്ന AWSലെ S3 ബക്കറ്റുകളെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാവില്ല. ബൈ ഡിഫോൾട്ട് നമുക്ക് ഉണ്ടാവില്ല. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളുടെ ലിസ്റ്റ് പ്രിവിലേജ് പോളിസി എന്ന് പറയുന്ന സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് AWSൻ്റെ അകത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ബൈ ഡിഫോൾട്ട് AWSൻ്റെ അകത്തിരിക്കുന്ന ഒരു സർവീസിനും വേറൊരു സർവീസിൻ്റെ അകത്തിരിക്കുന്ന കണ്ടൻസിനെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാവില്ല. നമ്മൾ പോളിസി എല്ലാം എഴുതി എക്സ്പ്ലിസിറ്റ്ലി പെർമിഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് ആ പെർമിഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ. അപ്പം നമ്മൾ ഈ കാര്യം നമ്മൾ IAM റോൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന സമയത്ത് ഈ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അന്ന് നമ്മൾ EC2 ഇൻസ്റ്റൻസും S3 എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാതിരുന്നത് കാരണം നമ്മളന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ കാര്യം എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പം നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഒരു കുഞ്ഞു കാര്യം ഒന്ന് ഓർത്തിരിക്കണം. ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. അപ്പം നമ്മളുടെ ഒരു AWS അക്കൗണ്ടിൻ്റെ ഉണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് പല സർവീസുകളുണ്ട്. അപ്പം ഈ സർവീസുകളെ ആക്സസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ അകത്തിരിക്കുന്ന റിസോഴ്സുകളെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട് അല്ലേ. AWS കൺസോൾ ഉണ്ട്, CLI വെച്ച് ചെയ്യാൻ പറ്റും. ഇനി ഒരു മെത്തേഡും കൂടി ഉണ്ട്, അതാണ് പ്രോഗ്രാമാറ്റിക് വേ എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ AWSൻ്റെ അകത്ത് ഇരിക്കുന്ന എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ AWS ഈ പറഞ്ഞ പോലെ SDK പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് അവരുടെ APIs കോൾ ചെയ്തിട്ട് നമുക്ക് AWSനെ ആക്സസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഉണ്ട്. നമ്മൾ കുറേ കൂടി കോഴ്സ് അങ്ങോട്ട് പോകുന്ന സമയത്ത് പഠിക്കുന്നതായിരിക്കും. അപ്പം ഈ രണ്ട് മെത്തേഡ്സ് നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആണ്. അപ്പം ഇത് ഏത് മെത്തേഡ് ആയാലും ഇന്റേണലി AWS ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നിരിക്കുന്ന ഒരു API വിളിച്ചിട്ട് ആ API വെച്ചിട്ടായിരിക്കും AWSൻ്റെ അകത്തേക്ക് പോകുന്നത്. ഇങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. API എന്നിട്ട് പറയുന്ന ടേം നിങ്ങൾക്ക് ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഇൻ കേസ് ഫെമിലിയർ അല്ലെങ്കിൽ അതൊരു ഫംഗ്ഷൻ ആയിട്ട് കണക്കാക്കിയാൽ മതി. അത് AWS തന്നെ പ്രൊവൈഡ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ഫംഗ്ഷൻസ്. ആ ഫംഗ്ഷൻസ് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ ഫംഗ്ഷൻ ഉണ്ടാവും. നമ്മൾ നേരത്തെ AWS CLIക്ക് അകത്തിരിക്കുന്ന കമാൻഡ്സ് പറഞ്ഞതുപോലെ ഓരോരോ പർട്ടിക്കുലർ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരോ കമാൻഡുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഓരോരോ പർട്ടിക്കുലർ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരോ APIs അല്ലെങ്കിൽ ഫംഗ്ഷൻസ് AWS പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇതിൻ്റെ അകത്തിരിക്കുന്ന ഏത് കാര്യമായാലും ഇന്റേണലി AWS ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആ ആക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടിരിക്കുന്ന ഒരു API വിളിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ. അപ്പം നമ്മളിപ്പം API വച്ചിട്ട് നമ്മൾ AWSൻ്റെ അകത്ത് പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അങ്ങോട്ട് കയറ്റി വിടത്തില്ല. അപ്പം ആദ്യം എന്ത് ചെയ്യണം, നമ്മളെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യണം. എന്നാലേ നമ്മളെ AWSൻ്റെ ഫ്രണ്ട് ഡോറിന്ന് കടത്തി വിട്ടിട്ട് AWSൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങളെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി കൊടുക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രെഡൻഷ്യൽ വേണം അല്ലേ. ഈ പറഞ്ഞിരിക്കുന്ന യൂസർ നെയിം പാസ്വേഡ് പോലെയുള്ള ഒരു ക്രെഡൻഷ്യൽ വേണം. അപ്പോൾ നമ്മൾ CLI പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെയുള്ള ക്രെഡൻഷ്യൽ ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് AWS ഓരോരോ IAM യൂസേഴ്സിനും നമുക്ക് ആക്സസ് കീയും സീക്രട്ട് ആക്സസ് കീയും തന്നിട്ടുണ്ട്. അതൊക്കെ കോൺഫിഗർ ചെയ്തിട്ടായിരുന്നു നമ്മൾ AWS CLI വച്ചിട്ടൊക്കെ കണക്ട് ചെയ്തിരുന്നത് അല്ലേ. അപ്പം ആ പറഞ്ഞിരിക്കുന്ന ആക്സസ് കീ കൊടുക്കുക എന്നുള്ളതാണ് ഒരു വഴിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് AWSൻ്റെ അകത്തിരിക്കുന്ന കണ്ടന്റ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. ആ പർട്ടിക്കുലർ ആക്സസ് കീ അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന യൂസർക്ക് എന്തൊക്കെ പെർമിഷൻസ് ഉണ്ടോ അത്ര കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനൊരു സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ആക്സസ് കീ സീക്രട്ട് ആക്സസ് കീ എന്ന് പറയുന്ന സാധനം നമ്മൾ ലാപ്ടോപ്പിൻ്റെ അകത്തേക്കാണ് നമ്മൾ കോൺഫിഗർ ചെയ്തതെങ്കിൽ AWS CLI കോൺഫിഗർ ചെയ്ത സമയത്ത് നമ്മൾ കണ്ടിരുന്നു അത് നമ്മൾ ലാപ്ടോപ്പിൻ്റെ അകത്ത് നമ്മൾ ആ ആക്സസ് കീ അതേപടി തന്നെ യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും അല്ലേ. അങ്ങനെയുള്ള യൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കെങ്കിലും ആക്സിഡൻ്റലോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴി ആർക്കെങ്കിലും ഇത് ലീക്കായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആക്സസ് കീയും സീക്രട്ട് ആക്സസ് കീയും യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ AWS അക്കൗണ്ടിൻ്റെ അകത്ത് എന്ത് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പെർമിഷൻ ആ യൂസർക്ക് കിട്ടും. അപ്പം നോർമലി നമ്മളുടെ ഒരു ആപ്ലിക്കേഷനോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ആക്സസ് കീ നോർമലി യൂസ് ചെയ്തിട്ടല്ല APIs ഇതാക്കുന്നത്. അതൊരു സെക്യൂരിറ്റി ബ്രീച്ചാണ് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി പ്രോബ്ലമാണ്.
അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ആക്സസ് കീ എന്ന് പറയുന്ന സാധനം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ട് നമ്മളുടെ S3 ബക്കറ്റിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേങ്കിൽ ഇങ്ങനെയൊരു പ്രോബ്ലം അതിനുള്ളത് കൊണ്ട് ഇത് EC2 ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു അതിൻ്റെ അകത്ത് നമ്മളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓടുന്നുണ്ടാവും. നമ്മളുടെ ലാപ്ടോപ്പ് എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു സെറ്റപ്പ് ആയിരിക്കും അത്, അല്ലേ? അപ്പം ഈ EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്തേക്ക് SSH വഴി, ലിനക്സ് ആണെങ്കിൽ SSH വഴിയൊക്കെ ആർക്കെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് നമ്മൾ ആക്സസ് കീ ഇങ്ങനെ കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കണം. അങ്ങനെ കോൺഫിഗർ ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്തേക്ക് ആർക്കെങ്കിലും ഒരു ആക്സസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആക്സസ് കീ അയാൾക്ക് കിട്ടും. ഈ ആക്സസ് കീ വെച്ചിട്ട് അയാൾക്ക് നമ്മളുടെ AWS അക്കൗണ്ടിൻ്റെ അകത്ത് എന്ത് കാര്യവും ചെയ്യാൻ പറ്റും. അപ്പം ഇതൊരു പ്രോപ്പർ വഴിയല്ല. ഇങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടിരിക്കുന്ന ഒരു ക്രെഡൻഷ്യൽ ഇങ്ങനെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ അത് വഴി നമ്മൾ ഒരു സർവീസ് മറ്റേ സർവീസിന് ആക്സസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ വഴിയല്ല. അപ്പോൾ ഇവിടെയുള്ള സ്ഥലങ്ങളിലെല്ലാം അതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതിന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള വഴികളുണ്ട്. നമുക്കത് ഓരോന്നോരോന്നായി പഠിക്കാം. പക്ഷേ ഇപ്പം നമുക്ക് EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് നിന്ന് S3ക്ക് അകത്തേക്ക് അത് എങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ആ പറഞ്ഞിരിക്കുന്ന കാര്യം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആക്സസ് കീ എന്ന് പറയുന്ന സാധനം എക്സ്പോസ് ആയി പോകുന്നത് കൊണ്ടുള്ള പ്രോബ്ലംസ് ഫിക്സ് ചെയ്യും വേണം. അതേസമയം EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് നിന്ന് നമുക്ക് S3 ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷനും വേണം. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് AWS EC2ൻ്റെ കേസിൽ EC2 ഇൻസ്റ്റൻസ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അത് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെയാണ് നമ്മളുടെ ഇരിക്കുന്നത്. ഇപ്പം നമുക്ക് ആക്സസ് ഒന്നും കിട്ടുന്നില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ആക്സസ് വേണ്ടത്, നമുക്കിപ്പോൾ EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് നിന്ന് എന്ത് ആക്സസ് ആണോ അല്ലെങ്കിൽ എന്ത് പെർമിഷൻ ആണോ ഏത് സർവീസിൻ്റെ ഏത് കണ്ടന്റിനെയാണോ ആക്സസ് ചെയ്യേണ്ടത് ആ ആക്സസിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു പോളിസി നമ്മൾ എഴുതുന്നു. അപ്പോൾ പോളിസി പഠിച്ച സമയത്ത് നമ്മൾ S3ക്ക് അകത്തിരിക്കുന്ന ഒരു ബക്കറ്റ് ആക്സസ് ചെയ്യാനുള്ള ഒരു പോളിസി എല്ലാം എഴുതി നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ സിമിലർ കൈൻഡ് ഓഫ് ഒരു പോളിസി എഴുതുന്നു. എന്നിട്ട് നമ്മൾ ഈ പോളിസി ഒരു IAM റോളുമായിട്ടൊന്ന് അസോസിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പം എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഈ IAM റോളിന് ഈ ഒരു പോളിസി അറ്റാച്ച്ഡ് ആണ്. ഈ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ IAM റോള് അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകൾക്ക് കിട്ടും, അല്ലേ? ഈ IAM റോള് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ EC2 ഇൻസ്റ്റൻസ് പ്രൊഫൈൽ വഴി ഈ ഇൻസ്റ്റൻസുമായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോളിസിക്കകത്ത് എന്തൊക്കെ പെർമിഷൻസ് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഈ EC2 ഇൻസ്റ്റൻസിന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നമ്മളുടെ അക്കൗണ്ടിലാണ്. അപ്പം ഇങ്ങനെയൊരു അപ്പം എന്ത് സംഭവിക്കുന്നു, EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് നമ്മൾ S3നെ ആക്സസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇന്റേണലി എന്തായിരിക്കും നടക്കുന്നത്? ഈ IAM റോള് അസോസിയേറ്റഡ് ആണ്. ഈ IAM റോളിന് ടെമ്പററി ക്രെഡൻഷ്യൽസ് ഉണ്ടാക്കാൻ പറ്റും. ആ ക്രെഡൻഷ്യൽസിന് ഇത്രയും പെർമിഷൻസ് ഉണ്ടാവും. അപ്പം ആ ക്രെഡൻഷ്യൽ വെച്ചിട്ടായിരിക്കും ഇനിയിപ്പം അവൻ S3ൻ്റെ സാധനങ്ങളെ വിളിക്കാൻ പോകുന്നത്. അപ്പം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആക്സസ് കീ പോലെയുള്ള നമ്മളെ ലോങ് ടേമിലിരിക്കുന്ന ക്രെഡൻഷ്യൽ ഈ EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് നമുക്ക് എവിടെയും സേവ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമില്ല. AWS തന്നെ IAM റോള് യൂസ് ചെയ്തിട്ട് ടെമ്പററി ക്രെഡൻഷ്യൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓരോ തവണ നമ്മളിത് ആക്സസ് ചെയ്യുന്നതുകൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കലി നമ്മളൊന്നും അറിയാതെ തന്നെ AWS ടെമ്പററി ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ആക്സസ് നമുക്ക് അലോ ചെയ്യും. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു സെക്യൂർ ആയിട്ടുള്ള വഴിയാണ് ഇങ്ങനെ ആക്സസ് ചെയ്യുക എന്നുള്ളത്. അപ്പം EC2 ഇൻസ്റ്റൻസ് പ്രൊഫൈലിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ അതിൻ്റെ അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള റോളുകൾ ആ റോളിൻ്റെ അകത്ത് ലീസ്റ്റ് പ്രിവിലേജ് ആയിരിക്കണം. ഈ EC2 ഇൻസ്റ്റൻസിന് എന്തൊക്കെ മിനിമം വേണോ അത് മാത്രം വെച്ചിട്ടായിരിക്കണം നമുക്കൊരു പോളിസി ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന S3 ബക്കറ്റിനെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കൊന്ന് AWSൻ്റെ അക്കൗണ്ടിൻ്റെ അകത്തൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മളുടെ AWSൻ്റെ അക്കൗണ്ടിൻ്റെ അകത്തേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഓൾറെഡി ഒരു EC2 ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു. ലിനക്സ് ആണ് അതിൻ്റെ അകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതടിക്കുന്നു, എന്നിട്ട് നമ്മൾ കണക്റ്റ് അടിക്കുന്നു. ഓക്കെ, അതായത് ഇൻസ്റ്റൻസ് കണക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതെല്ലാം നിങ്ങൾക്ക് SSH വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ഓക്കെയാണ്. നമുക്ക് കുറച്ച് കമാൻഡ്സ് അടിക്കണം, അത്ര മാത്രമേ നമ്മളുടെ ഉദ്ദേശമുള്ളൂ. അപ്പോൾ ഞാനിവിടെ EC2 ഇൻസ്റ്റൻസ് കണക്റ്റ് വഴിയാണ് എൻ്റെ ലിനക്സ് ഇൻസ്റ്റൻസിനെ ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. SSH വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഓക്കെയാണ്. ഈ പറഞ്ഞിരിക്കുന്ന EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ലിനക്സിൻ്റെ ഇൻസ്റ്റൻസ് ആണ്. ഓക്കെ,
അതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റൻസ് വെച്ച് പോകുന്നു. നമ്മൾ കണക്റ്റഡ് ആയിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഡയറക്ടറി ഉണ്ടാക്കുകയാണ്. സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടറി ഉണ്ടാക്കുകയാണ്. ഈ സാമ്പിൾ ഡയറക്ടറിയിലേക്ക് നമുക്കൊരു S3 ബക്കറ്റ് ഉണ്ട് അല്ലേ? നമ്മൾ കഴിഞ്ഞ വട്ടം ഉണ്ടാക്കിയൊരു S3 ബക്കറ്റാണ്. S3 പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സാമ്പിൾ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ബക്കറ്റാണ്. ഇതിനകത്ത് നമ്മൾ 2 ഫയൽസുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. അപ്പം ഇതിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഫയലിനെയാണ് എനിക്ക് S3 EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്തേക്ക് കോപ്പി അല്ലെങ്കിൽ ആക്സസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ അത് ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു മേക്ക് ഡയറക്ടറി ഉണ്ടാക്കിയിട്ടുണ്ട്. മേക്ക് ഡയറക്ടറി വെച്ചിട്ടൊരു ഡയറക്ടറി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ ഡയറക്ടറിയിലോട്ട് പോയിട്ടുണ്ട്. ഈ സമയത്ത് അതിൻ്റെ അകത്ത് ഫയൽസ് ഒന്നുമില്ല. ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ CLI വച്ചിട്ട് ആ ഫയലിനെ ഒന്ന് കോപ്പി ചെയ്യാൻ നോക്കുകയാണ്. അതിനുള്ള കമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AWS S3 CP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി ചെയ്യൂ. എന്താണ് കോപ്പി ചെയ്യേണ്ടത്? നമുക്ക് ഇതാണ് കോപ്പി ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പബ്ലിക് URL ഒന്നും വേണ്ട. ഇതിൻ്റെ അകത്തിരിക്കുന്ന URI എന്ന് പറഞ്ഞിട്ട് ഓരോരോ ഒബ്ജക്റ്റിനും S3ക്ക് അകത്തിരിക്കുന്ന ഓരോരോ ഒബ്ജക്റ്റിനും ഒരു യുണീക്ക് ആയിട്ടിരിക്കുന്ന ഒരു URI കാണും. അതൊന്ന് എടുക്കുക. അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന AWS S3 നമ്മൾ CLI ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് S3ക്ക് അകത്തിരിക്കുന്ന കോപ്പിയാണ് ചെയ്യുന്നത്. അതിനാണ് CP എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം. എന്താണ് കോപ്പി ചെയ്യേണ്ടത്? S3ക്ക് അകത്തിരിക്കുന്ന ഈ സാധനത്തിനെ നമ്മളുടെ sample.png എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്തേക്ക്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് ഈ പറഞ്ഞിരിക്കുന്ന കമാൻഡ് പ്രോപ്പറായിട്ട് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഫയല് നമ്മളുടെ സാമ്പിൾ ഡയറക്ടറിക്ക് അകത്തിരിക്കുന്ന sample.png എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഫയലിലോട്ട് ഇതാകും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിന് nature.png എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, ഇത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവൻ ഒരു എറർ അടിക്കും. കാരണം എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന CLI ഇൻസ്റ്റാൾഡ് ആണ്. ഒരു കാര്യമുണ്ട്, നമ്മളിപ്പം ആമസോണിൻ്റെ ലിനക്സ് AMI വെച്ചിട്ടാണ് നമ്മൾ EC2 ഇൻസ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ബൈ ഡിഫോൾട്ട് നമ്മളുടെ AWS CLI ഇൻസ്റ്റാൾഡ് ആയിരിക്കും, പ്രീ ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ ലാപ്ടോപ്പിലൊക്കെ നമ്മൾ CLI ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ആക്സസ് കീ എല്ലാം കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ബൈ ഡിഫോൾട്ട് CLI ഇൻസ്റ്റാൾഡ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ അകത്ത് ക്രെഡൻഷ്യൽ ഒന്നും കോൺഫിഗർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന മൊമെൻറ്റിൽ ബൈ ഡിഫോൾട്ട് നമ്മളുടെ EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് നിന്ന് S3 എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ലൊക്കേറ്റ് ക്രെഡൻഷ്യൽ പറ്റുന്നില്ല, ക്രെഡൻഷ്യൽ ഒന്നുമില്ല. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ആക്സസ് എനിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് EC2 ഇൻസ്റ്റൻസ് പ്രൊഫൈൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെയുള്ള EC2 ഇൻസ്റ്റൻസ് പ്രൊഫൈൽ വഴി ഒരു റോള് അസോസിയേറ്റ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് ഈ ക്രെഡൻഷ്യൽ, അതായത് ടെമ്പററി ക്രെഡൻഷ്യൽസ് എല്ലാം ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കോപ്പി എങ്ങനെ നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പം അതിനാദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ EC2 ഇൻസ്റ്റൻസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും EC2 ഇൻസ്റ്റൻസുമായിട്ട് ഇപ്പം ഒരു റോളും അസോസിയേറ്റഡ് അല്ല എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ അല്ലേ, ഞാൻ കുറച്ച് വലുതാക്കാൻ വേണ്ടത്. ഇവിടെ ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കാര്യം, ആക്ഷൻസ് എന്ന് പറയുന്ന കാര്യം, ആക്ഷൻസിൻ്റെ അകത്ത് സെക്യൂരിറ്റി എന്ന് പറയുന്ന കാര്യം, അതിൻ്റെ അകത്ത് മോഡിഫൈ IAM റോൾ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതാണ് ഇപ്പം EC2 ഇൻസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റോൾ. ഒരു റോളും ഇപ്പം അസോസിയേറ്റഡ് അല്ല. റോൾ അസോസിയേറ്റഡ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു റോള് ക്രിയേറ്റ് ചെയ്ത് ആ റോളിനെ EC2 ഇൻസ്റ്റൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ന്യൂ റോൾ IAM റോൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു IAM റോൾ ഉണ്ടെങ്കിൽ ആ IAM റോൾ എടുത്തിട്ട് ഇവിടെ ചൂസ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ തൽക്കാലം നമ്മൾ പുതിയൊരു IAM റോൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തു. ക്രിയേറ്റ് IAM റോൾ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താണ്. അപ്പോൾ എന്ത് ചെയ്തു? IAMൻ്റെ കൺസോളിലോട്ട് പോയി. IAMൻ്റെ കൺസോളിൻ്റെ അകത്ത് റോൾസ് എന്ന് പറയുന്ന സാധനം ചൂസ് ചെയ്ത് വന്നിട്ടുണ്ട്. IAM റോൾസ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ ഇതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആണ്. ഇൻ കേസ് ഫെമിലിയർ അല്ലെങ്കിൽ IAM റോൾ എന്ന് പറയുന്ന ആ വീഡിയോ ഒന്നും കൂടെ കാണണം. കാരണം IAM റോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. AWS സർവീസ് എന്ന് ചൂസ് ചെയ്യുന്നു. EC2 ആണ് ചൂസ് ചെയ്യേണ്ടത്. EC2 എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ
അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടിക്കുന്നു. നെക്സ്റ്റ് അടിച്ചിട്ട് നമുക്കൊരു പോളിസി അസോസിയേറ്റ് ചെയ്ത് കൊടുക്കണം. കസ്റ്റമർ മാനേജറായിട്ടിരിക്കുന്ന പോളിസി. അപ്പം ആ നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന S3 ബക്കറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഞാനൊരു പോളിസി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. കാരണം നമ്മൾ അത് ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഓക്കെ. അതുകൊണ്ടാണ് പറയാത്തത്. അപ്പം ഈ പോളിസിക്കകത്ത് ഈ ബക്കറ്റിനെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പം ഞാനത് നെക്സ്റ്റ് അടിക്കുന്നു. ആ പോളിസി ചൂസ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് അടിക്കുന്നു. ഇതിൻ്റെ അകത്ത് പോളിസി അസോസിയേറ്റഡ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന EC2ന് വേണ്ടിയിട്ട് ഒരു റോൾ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ നമ്മളൊരു പേര് പറഞ്ഞു കൊടുക്കുന്നു. അപ്പം ഞാൻ എബസ് 001 അല്ലെങ്കിൽ 002 001 റോൾ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു റോൾ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ. നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. എന്ത് റോളിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാലും ഓക്കെയാണ്. ഇവിടെ കഴിഞ്ഞിട്ട് ക്രിയേറ്റ് റോൾ അടിക്കുന്നു. ഓക്കെ. ക്രിയേറ്റ് റോൾ അടിക്കുമ്പോൾ നമ്മളുടെ റോൾ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നമ്മളിവിടെ വന്നിരുന്നു. ഇവിടെ നിന്നാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുന്നു. റോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് റിഫ്രഷ് കൊടുക്കാം. റിഫ്രഷ് കൊടുത്തിട്ട് നിങ്ങൾ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ ആ റോള് ലിസ്റ്റ് ഔട്ടായി വന്നിട്ടുണ്ടാവും. അഥവാ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും റോൾ ഉണ്ടെങ്കിൽ അതും ഇവിടെ ലിസ്റ്റ് ഔട്ടായി വന്നിട്ടുണ്ടാവും. EC2ൻ്റെ റോൾസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ലിസ്റ്റ് ഔട്ടായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് ചൂസ് ചെയ്ത് കൊടുക്കുന്നു. അപ്ഡേറ്റ് IAM റോൾ എന്ന് പറയുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന റോള് നമ്മളുടെ ഇൻസ്റ്റൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പറഞ്ഞിരിക്കുന്ന റോളിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ പെർമിഷൻസും നമ്മളുടെ EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ആ പെർമിഷൻ എന്തായിരുന്നു? ആ പെർമിഷൻ എന്ന് പറയുന്നത് ഈ S3 ബക്കറ്റിൻ്റെ കണ്ടൻസിനെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻസും കാര്യങ്ങളെല്ലാമായിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പം നമ്മൾ നേരത്തെ നമ്മുടെ EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് ഇൻസ്റ്റൻസ് കണക്റ്റിലോട്ട് തിരിച്ചു വരുന്നു. അപ്പം നമ്മൾ നേരെ പെർമിഷൻ എല്ലാം കൊടുത്തു. ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കമാൻഡ്, നമ്മൾ നേരത്തെ ഓടിച്ച കമാൻഡ് അല്ലെ, കോപ്പി ചെയ്യാനുള്ള കമാൻഡ്, അത് നേരത്തെ കോപ്പി നടന്നിരുന്നില്ല. കാരണം പെർമിഷൻ ഇല്ലാത്തതായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ പെർമിഷൻ കൊടുത്തു. ഒന്നും കൂടെ നമ്മൾ അതൊന്ന് റീ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ. റീ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇപ്പം ഡൗൺലോഡ് നടന്നു. എന്തുകൊണ്ടാണ്? ആ പറഞ്ഞിരിക്കുന്ന S3നെ അവന് ആക്സസ് ചെയ്യാൻ പറ്റിയ സമയത്ത് അവൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി ഇവിടെ നമ്മൾ LS അടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ നമ്മളുടെ ഇതിൻ്റെ അകത്ത് nature.png എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഫയൽ കോപ്പിയായി വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഫയലായിരിക്കും. അപ്പോൾ നമ്മൾ പ്രോപ്പർലി നമ്മളുടെ EC2 ഇൻസ്റ്റൻസിന് ഇങ്ങനെയുള്ള പെർമിഷൻ കൊടുത്തു. ഇങ്ങനെയാണ് നോർമലി നമ്മൾ EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് വേറെ AWSൻ്റെ സർവീസുകളെ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെക്യൂർ ആയിട്ടിരിക്കുന്ന ഒരു വഴി, AWS റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മുടെ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ആക്സസ് കീ നമുക്ക് ഇങ്ങനെ ലോങ് ടേം ക്രെഡൻഷ്യൽ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾക്ക് റോള് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് EC2 ആയതുകൊണ്ടാണ്, EC2 എന്ന് പറയുന്നത് AWSൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇവന് കുറച്ചും കൂടെ എളുപ്പമായിട്ട് IAM റോളുമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിനെ കണക്ട് ചെയ്യാൻ പറ്റി പെർമിഷൻസും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റിയത്. EC2 ഇൻസ്റ്റൻസ് ആണെങ്കിൽ ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ആക്സസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ മാത്രമേ നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യാൻ തോന്നുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.